ഗുഡ് മോർണിംഗ്. ഇന്ന് ശരിക്കൊരു ഗുഡ് മോർണിംഗ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഇയേഴ്സിനും തേർഡ് ഇയേഴ്സിനും എക്സാം ആയതുകൊണ്ട് തന്നെ എക്സാം ഡ്യൂട്ടിയുടെ പുറമെ നമുക്ക് ഭാരിച്ച പണികളൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് കുറച്ച് ലാവിഷായിട്ടുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ലൈബ്രറിയിൽ പോയി അവിടെ ചെന്ന് കുറച്ച് നേരം ഇങ്ങനെ എല്ലാം പഠിയിരുന്നു. പിന്നെ എനിക്ക് നെറ്റ് കോച്ചിങ്ങിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാണ്ടായിരുന്നു. ഇവിടെ PG പിള്ളേർക്ക് ഞങ്ങൾ നെറ്റ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എനിക്ക് കുറച്ച് നേരം കൂടിയും ബാക്കിയുണ്ടായിരുന്നു. ആ നേരം ഞാൻ വരയ്ക്കായിരുന്നു. ഇതിൻ്റെ പുതിയ പെൻസിൽ സെറ്റാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് നിങ്ങൾ കണ്ടത്. എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് എങ്ങനെ ഇതിനൊക്കെ സമയം കിട്ടുന്നത് വരയ്ക്കാനും ഡാൻസ് കളിക്കാനൊക്കെയാണ്. ഈ വരയ്ക്കേണ്ട സാധനങ്ങളൊക്കെ ഒരുവിധം എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറിച്ച് വെക്കും. ഭയങ്കര സംഭവമായിട്ട് ചെയ്തില്ലെങ്കിലും ലൈറ്റായിട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസം. അത് കഴിഞ്ഞിട്ട് എന്തായാലും ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ എക്സാം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നേരെ ഞാൻ റൂമിലേക്ക് വന്ന് പിന്നെ ജിമ്മിൽ പോയാൽ പിന്നെ പറയണ്ടല്ലോ. ഒരു ആവേശത്തിന് കയറി പോകുന്നുണ്ടെങ്കിലും അവിടെ എത്തുമ്പോൾ നമുക്ക് അയ്യോ അയ്യേ എന്നൊക്കെ ആവും. പക്ഷെ നമ്മൾ തളരരുത്. അങ്ങനെ ജിമ്മിൽ പോയി ഇന്ന് ചെസ്റ്റ് ആയിരുന്നു. അതൊക്കെ ചെയ്ത് ഞാൻ തിരിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് റൂമിൽ വന്ന് വാങ്ങിച്ച പഴം കഴിച്ച് നോക്കിയപ്പോൾ എന്താ അവസ്ഥ? അത് പഴുത്തിട്ടില്ല. ആ മൂടാ പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.